നമസ്കാരം ഡോക്ടർ. ഓ നമസ്കാരം. ഞാൻ ചേച്ചിയെ വിളിക്കാം. വേണ്ട, ഞാൻ അവരെ കണ്ടിരുന്നു. അവരെന്തോ എഴുതുക. ഇരിക്കൂ ഇരിക്കൂ. എപ്പോ വന്നു? രാവിലെ. പേര് പറഞ്ഞില്ല. ഗായത്രി ദേവി. എന്തോ ജോലി അന്വേഷിച്ചു വന്നതാണെന്ന് പറഞ്ഞു. അതെ, നേഴ്സായിട്ട്. ജോലി വാങ്ങിത്തരാന്ന് ഭാസ്കരേട്ടൻ പറഞ്ഞു. നഴ്സിംഗ് അറിയോ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പരീക്ഷ എഴുതാൻ പറ്റില്ല. അത് കാര്യമില്ല. നഴ്സ് എന്തിനാ പരീക്ഷ എഴുതുന്നത്? മരുന്ന് കൊടുക്കുക, കുത്തിവെക്കുക, വല്ലപ്പോഴും പനി നോക്കുക. അതിന് പരീക്ഷ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പഠിച്ചിട്ടൊന്നും അല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ഊഹമൊക്കെ ചെയ്യും. 2-3 ഡിസ്പെൻസറി നിന്നിട്ടുണ്ട്. ധാരാളം. എന്റെ കഴുത്തിന്റെ ഈ ഭാഗത്തൊരു പിടിത്തം. വല്ലാതെ തലവെച്ച് കിടന്നുകൊണ്ടാവാം. ഏതെങ്കിലും ഞരമ്പ് ടെസ്റ്റ് ചെയ്ത് നീരിളക്കം കൊണ്ടും ആവാം. മരുന്ന് വല്ലതും ഉണ്ടോ കയ്യിൽ? ഉണ്ട്. ഇങ്ങനെയാണോ നഴ്സ്? പുരട്ടിത്തരൂ. ആരുമില്ലാത്തൊരു പാവമാണ് ഡോക്ടർ ഞാൻ. ഹരിപ്പാട് ചങ്ങനാശ്ശേരി മനയില ജനിച്ച്. അച്ഛനും അമ്മയും ഇല്ല. ഉണ്ടായിരുന്ന സ്വത്തെല്ലാം അന്യാധീനപ്പെട്ടു. വകയിലൊരമ്മാവനും കുടുംബവുമാണ് മനയിൽ താമസിച്ചുകൊണ്ടിരുന്നത്. വരുമാനം കുറഞ്ഞപ്പോ ഒന്നൊന്നായി എഴുതി വിറ്റു. തറവാട് ജപ്തി ചെയ്ത് കടക്കാരി കൊണ്ടുപോയി. ഒന്നുമില്ലെന്നായപ്പോ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി വാങ്ങിച്ചു തരണം ഡോക്ടർ. ഇവിടെ വന്ന് ഇവിടുത്തെ രീതിയൊക്കെ കണ്ട് ഞാൻ ആകെ പേടിച്ചിരിക്കുകയാണ്. നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് കാര്യമില്ല. അവിടെ എനിക്ക് ആരുമില്ല. എന്നെ അറിയാത്ത എവിടെയെങ്കിലും ഒതുങ്ങി ജീവിക്കാനാ എന്റെ ആഗ്രഹം. എന്നെ രക്ഷിക്കണം ഡോക്ടർ. ജോലിയൊക്കെ നമുക്ക് ശരിയാക്കാം. പേടിക്കാനൊന്നുമില്ല. ഞാൻ ഇനിയും വരാം. എന്താ രാത്രിയില്? തുമ്പ കണ്ടിട്ടുണ്ടോ? തുമ്പയോ? ആ, കാശിത്തുമ്പ. അത് നാട്ടിലുള്ളൊരു ചെടിയല്ലേ? അത് ഈ ബാംഗ്ലൂർ നഗരത്തിൽ കണ്ടിട്ടുണ്ടോ? എന്തു പറ്റി? ഞാനിപ്പോ കണ്ടിട്ട് വരിക. ഒരു കാശിത്തുമ്പപ്പൂ, ഗായത്രി ദേവി. ഇതാണോ ഇത്ര വലിയ കാര്യം? വലിയ കാര്യമാണ്. തന്നോട് വിവരം ഉടനെ അറിയിക്കണമെന്ന് തോന്നി. ഏതോ ഇല്ലത്തെ തൊടിയിൽ ആരുമറിയാതെ വളർന്ന കാശിത്തുമ്പ. മേമ്പുടി സാഹിത്യം ഉറക്കത്തിന് നല്ലതാ. ഗുഡ് നൈറ്റ്.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചേച്ചി മാർക്കറ്റിൽ പോയിരിക്കാണ്. അറിഞ്ഞു. ഇതാ, തലയിൽ ചൂടാനല്ല, പടത്തിലിടാനാണ്. താൻ എന്നെ ഒരുപാട് ശല്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. നേരം വെളുത്ത് കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരാൻ. വെറുതെ ഒന്ന് കാണാൻ. ഡോക്ടർ, എന്റെ ജോലിക്കാര്യം. ഗായത്രി, ഞാൻ ഡോക്ടറല്ല. പിന്നെ ചികിത്സിക്കാറുണ്ട് സ്വയം, എന്റെ അസുഖങ്ങൾക്കുള്ള ചികിത്സ. താൻ ഇന്നലെ പറഞ്ഞില്ലേ തനിക്ക് ആരുമില്ലെന്ന്? ഡോ, ആർക്കാരാ ഉള്ളത്? എനിക്കായാലും തനിക്കായാലും മനസ്സല്ലാതെ മറ്റൊരു കൂട്ടില്ല. പിന്നെ താൻ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീ, ഞാൻ ഒരുപാട് നേടിയ സമ്പന്നനായ ഒരു പുരുഷൻ. അതുപോട്ടെ, ചീട്ട് കളിക്കാൻ അറിയാമോ? ചീട്ട് എന്താണെന്നറിയാമോ? കണ്ടിട്ടുണ്ട്. ഷേക്സ്പിയറിന്റെ ഡ്രാമ വായിച്ചിട്ടുണ്ടോ? PUCക്ക് പഠിക്കാനുണ്ടായിരുന്നു. എന്നാൽ നല്ലൊരു ഷേക്സ്പിയർ നാടകമാണ് ഒരു കുത്തിച്ചീട്ട്. ബോർഡി മാറി കിട്ടും. നോക്ക്: ഏസ്, കിങ്, ക്വീൻ, ജാക്ക്, ജോക്കർ, വിദൂഷകൻ. ഞാൻ തന്നെ കല്യാണം കഴിക്കട്ടെ? പെട്ടെന്ന് ചോദിച്ചതുകൊണ്ട് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. തന്നെ എനിക്ക് ഇഷ്ടമാടും. പിന്നെ ഒരു വരന്റെ പ്രായം എനിക്ക് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ വരനെയും വധുവിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി മഹാദേവൻ തമ്പിയും ഗായത്രി ദേവിയുമായ അങ്ങ് കല്യാണം കഴിക്കാം. ഞാൻ പിന്നെ വരാം. സൗദാമിനിയെ കല്യാണം കഴിക്കാൻ താൻ എത്ര രൂപ സ്ത്രീധനം വാങ്ങിച്ചു? അത് ശരി. ഈ കൊച്ചുവർത്താനം പറയാനാണോ വീട്ടിനെ അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തിയേ? ഏത് വിഷയത്തിനും ഒരു മുഖവര ആവശ്യമാണല്ലോ. ഹെൻസ് ദിസ് വെരി വെരി പ്ലസന്റ് സർപ്രൈസ്. ഒന്ന് പറഞ്ഞു തോലയ്ക്കേണ്ട തമ്പി. എന്റെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. പുരുഷധനം കൊടുത്ത് ശ്രീമാൻ തമ്പി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. യെസ്, 10,000 രൂപ കാശിത്തുമ്പ. ഓ, ഗായത്രിയെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എന്താ അതിന്റെ അഭിപ്രായം? തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് സൗദാമിനി എത്തിയാലോ? അടുക്കളയിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുക? ഉള്ളതൊക്കെ മതിയെന്നേ. തൈരും പച്ചവളവും ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി. ഭക്ഷണം എടുക്കട്ടെ? അല്ല, എന്നെ പറഞ്ഞേക്കാൻ ധൃതിയായി അല്ലേ? അയ്യോ, അതുകൊണ്ടല്ല, ചൂടോടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച. ഭക്ഷണം അല്പം തണുത്താലും കുഴപ്പമില്ല. ചൂടുള്ള സാധനം അകത്താക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എടോ, താനിവിടെ വന്നിരി. സൗദാമിനി എന്നെ ഒരു അന്യനായി കണക്കാക്കരുത്. നമ്മുടെ ആൾക്കാരുമായി വർത്തമാനം പറഞ്ഞിരിക്കുക എന്തൊരു സുഖമാണെന്നോ. നമ്മുടെ അമ്പലവും കുളവും ആൽത്തറയും അതൊരു സുഖമാണേ. ആരെന്ത് പറഞ്ഞാലും എന്നെ
നമ്മുടെ നാടിന്റെ ഭംഗി. സൗദാമിനിക്ക് തിരുവാതിരപ്പാട്ട് അറിയാമോ? കൊച്ചുനാള് പാടിയിട്ടുണ്ട്. ആ ഒന്ന് മൂളിയേ. ഞാൻ പാടാനോ? നല്ല കാര്യമായി പോയി. ആ ഒന്ന് മൂളിയാ മതിയെന്ന് ആഗ്രഹം കൊണ്ട് പറയുന്നതാ. കേട്ടോ മോനെ, ഒരു ബംഗാളിയുടെ വീട്ടിൽ ചെന്നൊരു പാട്ട് പാടാൻ പറഞ്ഞ അവര് രണ്ടുപേരും രവീന്ദ്ര സംഗീതം പാടും. തമിഴരുടെ വീട്ടിൽ പോയി പാട്ട് പാടാൻ പറഞ്ഞ അവര് ഭാരതിയാരുടെ പാട്ട് പാടും. ഏതൊരു ഹിന്ദിക്കാരനോട് ചോദിച്ചാലും അവര് രണ്ടുപേരും മീരാഭജനെങ്കിലും പാടും. ഒരു മലയാളി പെണ്ണോട് പാട്ട് പാടാൻ പറഞ്ഞു നോക്കിയേ, പാടും. എന്തോന്നാ നമ്മുടെ നാവിൽ ഒതുങ്ങാത്ത ഇംഗ്ലീഷ് പാട്ട്. എന്താ മലയാളം അറിയില്ലേ എന്ന് ചോദിച്ചാ കുറച്ച് അറിയാം. നമ്മുടെ ഭാഷ അറിയാമെന്ന് പറയുന്നത് നാണക്കേടായിട്ടാ അവർ കരുതുന്നത്. മലയാളി മാത്രമേ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതെ അതെ, അതുകൊണ്ട് വിഷയം വിട്ടിട്ടില്ല. തിരുവാതിരപ്പാട്ട് ഞാൻ പാടാൻ ശരിയാവില്ല. എന്നാ പിന്നെ ഞാൻ പാടേണ്ടി വരും. എനിക്കാണെങ്കിൽ നമ്മുടെ KS ജോർജിന്റെയോ കാമുകറ പുരുഷത്വന്റെയോ ഒക്കെ പാട്ടുകളെ അറിയാവൂ. അത് തന്നെ മുഴുവൻ അറിഞ്ഞും കൂടാ. ഓ, അറിയാവുന്നോ പാടുന്നേ? പാടേ പാടും. മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമാർന്നു നിൽക്കുമ്പോൾ മരണം. എന്താണ് ആവശ്യമൊക്കെ? സാർ, ഒരു ടെലിഗ്രാം ഉണ്ട്. അങ്ങനെ നാട്ടിലെ കുറെ സ്വത്തുക്കൾ കൂടി എന്റെ നിലയിലായി. എന്റെ അച്ഛൻ മരിച്ചു. അതാ ടെലഗ്രാം. മരിക്കേണ്ട പ്രായമൊക്കെ എന്നെ കഴിഞ്ഞിരിക്കുന്നു. 80 മുകളിലുണ്ട് പ്രായം. തമ്പിക്ക് പോകണ്ടേ? എവിടെ? നാട്ടിലേക്കോ? ശവദാനമൊക്കെ നാട്ടുകാർ നടത്തിക്കൊള്ളും. വലിയ പ്രമാണിയാ. എനിക്ക് എന്നെ അച്ഛനില്ലാതായിരിക്കുന്നു. ആകെ ഉണ്ടായിരുന്നത് എന്റെ അമ്മയാണ്. എനിക്ക് 12 വയസ്സുള്ളപ്പോ അമ്മ മരിച്ചു. അച്ഛൻ അമ്മയെ ചവിട്ടിക്കൊന്നു. അല്ലെങ്കിൽ അച്ഛനെ ചവിട്ടുകൊണ്ട് അമ്മ മരിച്ചു. മരിക്കുമ്പോ അമ്മ ഗർഭിണിയായിരുന്നു. അമ്മ എന്നോട് പലപ്പോഴും പറയുമായിരുന്നു വയറ്റിനകത്തൊരു അനിയത്തിയാണെന്ന്. എന്റെ അമ്മയെയും അനിയത്തിയെയും കൊന്നതാണ് ഈ മനുഷ്യൻ. ലേബലൊട്ടിച്ചാൽ അച്ഛനാകത്തില്ലല്ലോ. Am I spoiling your mood? നമുക്ക് നല്ല ആഹാരം കഴിക്കാം. കഴിക്കാം. കഴിച്ചു കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എടുത്ത് എനിക്ക് തരണം. 2 ആത്മാക്കൾ എന്നെ കാത്തവിടെ ഇരിക്കുക. ഞാൻ കഴിച്ചതിന്റെ പങ്ക് അവർക്ക് കൂടി കൊടുത്താലേ മനസ്സിനൊരു സുഖമാവും. എനിക്ക് വേറെ ആരുണ്ട് മേനോൻ, നമ്പ്യാരും ഔസേപ്പുമല്ലാതെ.